നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മാനോ ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് യുകെയിലെ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കൂളുകളെല്ലാം ഇന്ന് അടച്ചിട്ടുണ്ട്. അത് ഇനി തുറക്കുന്നത് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ഏകദേശം 6 വീക്സാണ് അവർക്ക് അവധി കിട്ടുന്നത്. ഇപ്പോൾ സ്കോട്ട്ലാൻഡ് സ്കൂളൊക്കെ നേരത്തെ അടച്ചു, അതുകൊണ്ട് തന്നെ അവർ നേരത്തെ തുറക്കുന്നതായിരിക്കും. അന്നേരം ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, യുകെയിലേക്ക് പുതിയതായിട്ട് എത്തിയത്, നേരത്തെ എത്തിയവർക്കെല്ലാം അറിയാമായിരിക്കും, പുതിയതായിട്ട് എത്തിയവരെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ വീട്ടിലുണ്ടപ്പോൾ, മറ്റേത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ മക്കൾ സ്കൂളിലുണ്ടെങ്കിൽ, അത് കൊച്ചു കുട്ടികളാണെങ്കിൽ, അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ, അവർ വീട്ടിലുള്ളപ്പോൾ ഒരു കാരണവശാലും അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പുറത്ത് പോകരുത്. നിർബന്ധമായിട്ട് കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു അഡൾട്ട് ആ വീട്ടിൽ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പുറത്തോട്ട് പോയി കൗൺസിൽ വല്ലതും പിടിച്ചാൽ, അല്ലെങ്കിൽ പോലീസ് വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴികളിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. അതുപോലെ തന്നെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള വീടുകളിൽ രാത്രി നിർബന്ധമായിട്ട് ഒരു അഡൾട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ നിർബന്ധമായിട്ടൊരു പേരൻറ്റ് അല്ലെങ്കിൽ ഒരു അഡൾട്ട് വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. കുട്ടികളെ തനിച്ചാക്കി നിങ്ങൾ പുറത്ത് പോകുന്നെങ്കിൽ മറ്റാരെങ്കിലും അവിടെ ഏൽപ്പിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. കാരണം യുകെയിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അന്നേരം അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരിപ്പോൾ ഇന്നും നാളെയും ഒക്കെ, ഇവിടുത്തെ സ്കൂൾ അടച്ചതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളും ഒരുപാട് പേര് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഒരു IT ഔട്ട്ബ്രേക്ക് കാരണം യുകെയിലെ പല എയർപോർട്ടുകളിലെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അതായത് ഒരുപാട് ഫ്ലൈറ്റ്സ് ആണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1400ഓളം ഫ്ലൈറ്റുകളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നിപ്പോൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നാളെയൊക്കെ പുറത്തോട്ട് പോകുന്നവർക്ക് അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾക്കാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അത് ക്രൗഡ് സ്ട്രൈഡ് എന്നുള്ളൊരു കമ്പനിയാണ് അവർക്ക് ആൻറ്റിവൈറസ് പോലൊരു സോഫ്റ്റ്വെയർ, അതായത് വിൻഡോസിലേക്ക് ഹാക്കേഴ്സ് കയറാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ക്രൗഡ് സ്ട്രൈഡ് ആയിരുന്നു. ഇന്നലെ അവർ ചെയ്ത ഏതോ ഒരു അപ്ഡേഷനിൽ വന്ന പിഴവ് മൂലമാണ് ഇത്രയും ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള എയർപോർട്ടുകളുടെയും ഹോസ്പിറ്റലുകളുടെയും അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകളുടെ ഒക്കെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിച്ചു. യുകെയിലും അത് ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല എയർപോർട്ടുകളിലും ഭയങ്കരമായ ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. അന്നേരം നിങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ, ഈ ദിവസങ്ങളിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് നേരത്തെ ചെക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ യാത്ര തിരിക്കാൻ ശ്രമിക്കുക. അന്നേരം അതൊരു മുൻകരുതൽ നിങ്ങൾ എടുക്കുക. ഇനി അടുത്തത് അനധികൃത കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ്. യുകെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അനധികൃത കുടിയേറ്റം തന്നെയാണ്. ഓരോ ദിവസവും 100-300 പേരാണ് യുകെയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുന്നവർക്കെല്ലാം തന്നെ യുകെ ഗവൺമെൻറ് ആണ് അവർക്കുള്ള എല്ലാ ഫുഡ് ആയാലും അക്കോമഡേഷൻ ആയാലും എല്ലാ സർവ്വ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അതായത് യുകെയിലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ജോലി ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിനെ തടയാൻ വേണ്ടി പല പദ്ധതികളും കൊണ്ടുവരുന്നു. നമുക്ക് ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് റുവാണ്ട ഗവൺമെൻറ്റിന് ഇങ്ങനെ ഇവിടുന്ന് അഭയാർത്ഥികളെ അങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി കൊടുത്തത്. ഇപ്പോൾ സ്റ്റാർമറിൻ്റെ മന്ത്രിസഭ അത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പൈസ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കൊണ്ടുവരുന്ന അടുത്ത പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഏകദേശം 84 മില്യൺ പൗണ്ട് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള കൺട്രികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അതായത് അവിടുത്തെ പ്രാഥമിക സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നത്, അങ്ങനെ അവർ യുകെയിലേക്ക് വരാനുള്ള ശ്രമം ഉപേക്ഷിക്കാൻ വേണ്ടി കൊടുക്കാനുള്ള പ്ലാനാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ എത്രമാത്രം സക്സസ് ആവും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്ക തുടങ്ങിയ കൺട്രികളിലെയൊക്കെ ഈ പണം ചെന്ന് കഴിഞ്ഞാൽ അത് ആര് യൂസ് ചെയ്യും എന്നുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊന്നും ലഭിക്കുകയില്ല. അവരൊക്കെ പിന്നെയും ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭ ഇപ്പോൾ ഋഷി സുനക്കിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ റുവാണ്ട പദ്ധതി കൊണ്ടുവന്നത് പോലെ തന്നെ ഇവരും ഈ 84 മില്യൺ കൊണ്ടുവന്നിട്ട് ഒരു ഫലവും കാണുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അന്നേരം ഇങ്ങനെ ഇവർ ഈ പൈസ കൊടുക്കുമ്പോഴെല്ലാം ഇവിടുത്തെ ഈ സാധാരണക്കാർ, ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ സാധാരണക്കാരനും ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന അവരുടെ ടാക്സ് പിടിച്ചാണ് ഈ ചെലവെല്ലാം ചെയ്യുന്നത്. അന്നേരം ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെൻറ് ആലോചിച്ച് വേണ്ടത്ര നല്ലതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ യുകെയിൽ ഏകദേശം 1 ലക്ഷത്തോളം പേരെ അസൈലത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പെർമിഷൻ ഇപ്പോൾ ലേബർ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ ബോട്ടിലൊക്കെ യുകെയിലേക്ക് അനധികൃതമായിട്ട് കടന്നുകൂടിയവർക്ക് വേണ്ടി. അന്നേരം അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ വിദേശ രാജ്യങ്ങളിൽ, അതായത് ഔട്ട്സോഴ്സ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ചെയ്യിക്കാനുള്ള ഒരു പ്ലാനുണ്ട്. അത് നല്ലൊരു പ്ലാനാണ്. കാരണം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ അഭയാർത്ഥി സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി ഒന്നിലിവിടുത്തെ സെറ്റിൽമെൻറ്റ് കിട്ടും. അന്നേരം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ അവർക്കും ടാക്സ് അടയ്ക്കും, ഗവൺമെൻറ് ഒരു വരുമാനമാകും. ഇപ്പോഴാണെങ്കിൽ അവർ വെറുതെ അവർക്ക് ചെലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് യുകെയിലെ അനധികൃതമായി കുടിയേറിയവർക്ക് അവരുടെ അസൈലം ആപ്ലിക്കേഷൻ്റെ റിസൾട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ അനധികൃത കുടിയേറ്റക്കാരുമായിട്ട് വന്ന ഒരു ബോട്ടിനെ യുകെ ഗവൺമെൻറ് ഇവിടുന്ന് തിരിച്ച് അവർ ഫ്രാൻസിലേക്ക് തന്നെ തിരിച്ചയച്ചു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ച കാര്യമായിട്ടാണ് ഇവിടുത്തെ പത്രങ്ങളെല്ലാം പറയുന്നത്.
കാരണം സാധാരണ അങ്ങനെ വരുമ്പോൾ അവിടുന്ന് വരുന്നവരെ എല്ലാം തന്നെ യു കെയിലെ അതിർത്തി സംരക്ഷണ സേന അവർ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവരെല്ലാം അഭയാർത്ഥികളായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം അവർ ആദ്യമായിട്ട് ഒരു ബോട്ടിനെ അവർ തിരിച്ച് ഫ്രാൻസിൻ്റെ തീരത്തേക്ക് തിരിച്ചു വിടുകയുണ്ടായി. ഇങ്ങനെ ഈ ബോട്ടുകളെ ഇങ്ങനെ തടയാൻ സാധിച്ചാൽ അത് യു കെയെ സംബന്ധിച്ചുള്ള നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം NHSുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ NHSലെ വെയിറ്റിംഗ് ലിസ്റ്റ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൂനിയർ ഡോക്ടർമാരുമായിട്ട് ഇവിടുത്തെ ഹെൽത്ത് സെക്രട്ടറി അതിൻ്റെ അവരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെയും ഇവിടുത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി വരികയാണ്. ഇപ്പോൾ ഏകദേശം 7 ലക്ഷത്തിന് മുകളിലാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. ഇപ്പോൾ ലേബറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പറഞ്ഞിരിക്കുന്ന അവർ ആഴ്ചയിൽ 40,000-ഓളം അപ്പോയിൻമെൻറ്റുകൾ നടത്തി ഇത് പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വെയിറ്റിംഗ് ലിസ്റ്റ് പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർ ഇതുവരെ അത് എങ്ങനെ അത് പരിഹരിക്കും, അതായത് അതിനോട് തക്കതായ സ്റ്റാഫിനെ എവിടുന്ന് കണ്ടെത്തും എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രമാത്രം പ്രാബല്യത്തിലാകും എന്നുള്ളത് വരുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം NHS പോലൊരു സ്ഥാപനത്തിൽ ഇപ്പോൾ ധാരാളം പേരാണ് അവിടുന്ന് റിസൈൻ ചെയ്തു പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട്, കുറഞ്ഞ സ്റ്റാഫ് കൊണ്ട് റൺ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് മെൻ്റലി ഫിസിക്കലി ഒരുപാട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരൊക്കെ ടയേർഡാണ്, ഡോക്ടർമാരായാലും അവിടുത്തെ സ്റ്റാഫ് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് സ്റ്റാഫിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാതെ ഈ 40,000 അപ്പോയിൻമെൻറ്റ് നടത്താനൊക്കെ ഒന്നും ഒരു പ്രതീക്ഷയും ആർക്കുമില്ല. പക്ഷേ ഇതുവരെ ലേബറിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അവർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്, ഇതുവരെ ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അവർ റിവ്യൂ നടത്താൻ പോവുകയാണ്. ആ റിവ്യൂവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് മാത്രമേ NHSനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത്രയും നാളിവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെയിറ്റ് ലിസ്റ്റ് പിന്നെയും കൂടുക തന്നെ ചെയ്യും. ഇപ്പോൾ അവരുടെ റിവ്യൂ അവർ പറഞ്ഞിരിക്കുന്നത് 6 ആഴ്ച കൊണ്ട് റിവ്യൂവിൻ്റെ റിസൾട്ട് വരും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ NHSൻ്റെ റൂട്ട് പ്രോബ്ലങ്ങൾ കണ്ടെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ പ്രോബ്ലങ്ങൾ കണ്ടെത്തി അതിന് തക്കതായ രീതിയിലുള്ള പരിഹാരം കാണുമെന്ന് തന്നെയാണ് പറയുന്നിരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രയോറിറ്റി ആയിട്ട് വരുന്നത് സ്റ്റാഫ് ഷോർട്ടേജ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേർക്ക് വീണ്ടും യുകെയിലേക്ക് അവസരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിരിക്കുന്നത് NMCയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. NMCയിൽ വന്നിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് കഴിഞ്ഞ വർഷം 5000-ഓളം പേരാണ് നേഴ്സിംഗ് ഫീൽഡ് വിട്ടുപോയത്. ഈ 5000 പേരും ഏകദേശം പുതിയതായിട്ട് ഈ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വന്നവരാണ്. അന്നേരം അങ്ങനെ വന്നവർക്ക് NHSലെ സ്ട്രെസ്സും മറ്റ് ബുദ്ധിമുട്ടുകളും അവർക്ക് താങ്ങുന്നതിലും അപ്പുറമായതുകൊണ്ടാണ് അവർ പലരും അവിടുന്ന് റിസൈൻ ചെയ്ത് പോയത്. അങ്ങനെ ഈ റിസൈൻ ചെയ്ത് പോയതുകൊണ്ട് തന്നെ പല NHSലും അതിൻ്റെതായ ഷോർട്ടേജുകൾ അനുഭവപ്പെടുന്നുണ്ട്. അന്നേരം പുതിയതായിട്ട് നഴ്സിംഗ് മേഖലയിലേക്ക് വരുന്നവരെ അവിടെ പിടിച്ചു നിർത്താൻ തക്ക ഒരു കാര്യങ്ങളും NHS ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ സാലറി ആയാലും അവർക്ക് പ്രത്യേകിച്ച് സാലറി ഇൻക്രിമെൻറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇപ്പോൾ കൊടുക്കുന്നില്ല. അന്നേരം അവരുടെ സാലറി ഈ മന്ത് എൻഡോടുകൂടി പുതിയ വർഷത്തേക്കുള്ള സാലറി പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. യുകെയിലെ ഇതേപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ എല്ലാ ദിവസവും തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.